പാനൂർ ബോംബ് കേസിൽ മലക്കം മറിഞ്ഞ പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടുകൾ. ആദ്യത്തെ 3 റിമാൻഡ് റിപ്പോർട്ടുകളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പും രാഷ്ട്രീയ എതിരാളികളെയും ലക്ഷ്യമിട്ടാണ് ബോംബ് നിർമ്മിച്ചതെന്ന് പോലീസ് ആരോപിച്ചിരുന്നു. പിന്നീടുള്ള റിമാൻഡ് റിപ്പോർട്ടിലാണ് ബോംബ് നിർമ്മാണം പ്രാദേശിക പ്രശ്നമാക്കി പോലീസ് മാറ്റിയത്. അതേസമയം കേസുമായി ബന്ധപ്പെട്ട് പ്രതികളെ സംരക്ഷിക്കാനുള്ള ശ്രമം നടക്കുന്നതായി പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നു. കണ്ണൂർ പാനൂർ മുളിയാത്തോടിൽ ഇക്കഴിഞ്ഞ ഏപ്രിൽ 5-ാം തീയതി പുലർച്ചെയോടെയാണ് CPM ശക്തികേന്ദ്രത്തിൽ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനമുണ്ടായത്. സ്ഫോടനത്തിൽ CPM പ്രവർത്തകനായ ഷെറിൽ മരണപ്പെടുകയും 3 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഈ കേസിലെ റിമാൻഡ് റിപ്പോർട്ടിലാണ് പോലീസ് മലക്കം മറിഞ്ഞത്. ആദ്യം പോലീസ് നൽകിയ റിമാൻഡ് റിപ്പോർട്ടുകളിൽ ബോംബ് നിർമ്മിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുവാനും രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ പ്രയോഗിക്കാനുമാണെന്ന് ആരോപിച്ചിരുന്നു. എന്നാൽ പിന്നീട് സമർപ്പിച്ച റിപ്പോർട്ടുകളാണ് പോലീസ് വ്യത്യസ്ത നിലപാട് സ്വീകരിച്ചത്. ഏപ്രിൽ 10-നും 14-നും 19-നും നൽകിയ റിപ്പോർട്ടുകളാണ് പോലീസ് പുതിയ നിലപാട് സ്വീകരിച്ചത്. CPM പ്രവർത്തകരുടെ ബോംബ് നിർമ്മാണം പ്രാദേശിക പ്രശ്നമായി പോലീസ് ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തകരെ സംരക്ഷിക്കാനുള്ള ശ്രമം പോലീസും CPM-ഉം ആരംഭിച്ചതായി കോൺഗ്രസും BJP-യും ആരോപിക്കുന്നു. ജനം, കണ്ണൂർ.